അങ്ങനെ ഞങ്ങൾ വയനാട്ടിലെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൻ്റെ മുന്നിലെത്തിയിട്ട് കേട്ടോ. ഇതാണ് വയനാട്ടിലെ കൃഷ്ണഗിരി ക്രിക്കറ്റ് സ്റ്റേഡിയം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോയിട്ടുള്ള ബാക്കി കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കാണാം. അപ്പോൾ ഞങ്ങളിങ്ങനെ കുത്തി കയറാണ്. ഇവിടെ ഒരു പേര് എഴുതി വെക്കണമെന്ന് പറയുന്നത്. പേര് എഴുതിയിട്ട് പോവാം. നീ എഴുതിക്കോ. ആ ഇവിടെ നമ്മൾ പേര് എഴുതണം കേട്ടോ, രജിസ്ട്രേഷൻ ബുക്കിൽ. അപ്പം ഞങ്ങൾ എൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. സമയം എത്രയായി? സമയം ഇപ്പോൾ ഒരു എത്രയുണ്ടാവും നോട്ടെ. 11:47. 11:47. എവിടെ സൈൻ ഇട്ടുണ്ടല്ലോ ഉണ്ടല്ലേ? ആ ഓക്കെ പോവാം. അപ്പോൾ ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോവാം കേട്ടോ ഗൈസ്. അങ്ങോട്ടൊന്നും പ്രവേശനമില്ല. ഇല്ല. ഈ റോഡിന്റെ പോകും. ഞങ്ങൾ പോയിട്ട് വരാം. പ്രവേശനമില്ല. ഇല്ല. അപ്പോൾ ഈ റോഡ് പോയിട്ട് അവിടെ നിൽക്കുക കാണാം. നമുക്ക് അപ്പുറത്തെ സൈഡൊക്കെ ഒന്നും പ്രവേശനമല്ല കേട്ടോ. ഇതിലൂടെ മാത്രമാണ് കാണികൾക്ക്. അതെ ഇത് അങ്ങോട്ട് ഓഫീസാണ്, ഇങ്ങോട്ടൊക്കെ ഓഫീസാണ്. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് എത്തിയിട്ടോ, സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിലേക്ക്. ഇനി സ്റ്റേഡിയത്തിൻ്റെ മറ്റു കാഴ്ചകൾ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ സ്റ്റേഡിയം. കുറച്ച് ആളുകൾ അവിടെ പരിശീലനം നടത്തുന്നുണ്ട്, കോച്ചിങ് ഉണ്ട്. കേരളത്തിൽ തന്നെ മനോഹരമായൊരു ക്രിക്കറ്റ് സ്റ്റേഡിയം കേട്ടോ അത്. നോക്ക്, ഇവിടുന്ന് കാണും നല്ല മരങ്ങളും ആ മലയും. എന്തൊരു ബ്യൂട്ടിഫുൾ സ്റ്റേഡിയമാണ്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ക്രിക്കറ്റ് മാച്ചുകളും നടക്കുന്നുണ്ട് അല്ലേ? പക്ഷേ ഇൻ്റർനാഷണൽ മത്സരങ്ങളും നടക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഇന്ത്യയുടെ ഏകദിന മത്സരങ്ങൾ ഇവിടെ വേണം എന്നാണ് എൻ്റെ അഭിപ്രായം. സ്റ്റേഡിയമൊക്കെ കൂടുതൽ ഡെവലപ്മെൻ്റ് ആക്കേണ്ടി വരും. വരുന്നുണ്ട്. എന്നാലും ഇനി ഇൻ്റർനാഷണൽ മത്സരങ്ങൾ ഇനി ഇവിടെ കൂടുതൽ പ്രതീക്ഷിക്കാം. നല്ല വൃത്തിയുള്ളൊരു ഇത് ഉദ്ഘാടനത്തിന് സച്ചിനൊക്കെ വന്നിട്ടുണ്ടെന്ന് കേട്ടിട്ട്. ഗ്രൗണ്ടിലെ ക്രിക്കറ്റ് പ്രാക്ടീസിലാണ് കേട്ടോ അവർ. കോച്ചിങ് ആവുന്നത് അല്ലേ? അതിപ്പോൾ ഫുഡിൻ്റെ സമയമാണ്. ഗ്രൗണ്ടിൽ പിച്ച് റെഡിയാക്കാനുള്ള വണ്ടിയാണ് തോന്നുന്നു അല്ലേ? അത് പുല്ലും പിച്ചുകളൊക്കെ റെഡിയാക്കാനുള്ള വണ്ടിയാണ് തോന്നുന്നുണ്ട്. അതിമനോഹരമായ ഒരു വണ്ടി. സ്കോർ ബോർഡ് കാണിക്കുന്ന ബോർഡാട്ടോ. ഈ സ്റ്റേഡിയത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം കേട്ടോ നമ്മുടെ വയനാട് കൃഷ്ണഗിരിയിലുള്ള ക്രിക്കറ്റ് സ്റ്റേഡിയം. നല്ല വ്യൂ കേട്ടോ ഇവിടുന്ന് നോക്കുമ്പോൾ. നോക്ക്, നല്ല മരങ്ങളുണ്ട്. ഇവിടെ ഒരു മലയുണ്ട് കേട്ടോ. ഈ മല നമ്മൾ കയറുന്നുണ്ട് കേട്ടോ. എന്തൊരു വ്യൂ നോക്കാം, അടിപൊളി. ക്രിക്കറ്റ് കളിക്കുന്നവരും മറ്റു സ്റ്റാഫുകളും അമ്പയർ അങ്ങനത്തെ ആ സ്റ്റാഫുകൾക്കൊക്കെ ഇരിക്കാൻ പറ്റിയ സ്ഥലം കേട്ടോ അത്. അവരുടെ ഡ്രസ്സിങ് റൂം വരുന്നുണ്ട്. അവർക്ക് ഫുഡ് കഴിക്കാനുള്ള സ്ഥലമൊക്കെ ഇവിടെ തന്നെ കേട്ടോ. നമുക്ക് അങ്ങോട്ട് പ്രവേശനമില്ല. നമ്മളിവിടെ നിന്നിട്ട് വേണം കളി കാണാൻ കേട്ടോ. അവർക്ക് ഇരിക്കാൻ പറ്റിയ സ്ഥലം കേട്ടോ ഇതൊക്കെ. സ്റ്റേഡിയം കണ്ടപ്പോൾ ക്രിക്കറ്റ് കളിക്കാൻ തോന്നുന്നു കേട്ടോ. എന്തൊരു ഭംഗിയുള്ള സ്റ്റേഡിയം. ഞാൻ പണ്ട് ചെറുപ്പത്തിലൊക്കെ ഒരുപാട് കളിച്ചിരുന്നു. പക്ഷേ പിന്നീട് കളിക്കാനുള്ള അവസരങ്ങളൊന്നുമില്ല. പണി തിരക്കും പഠിത്തം അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി. പിന്നെ കളിയോടുള്ള ഇൻട്രസ്റ്റ് പോയി. പക്ഷെ ഇപ്പോൾ ഇത് സ്റ്റേഡിയം കാണുമ്പോൾ ഇവിടെ ഇറങ്ങി കളിക്കാനൊക്കെ തോന്നുന്നു. പക്ഷേ അങ്ങോട്ട് നമുക്ക് പോകാൻ കഴിയില്ല എന്നാണ് സെക്യൂരിറ്റി പറഞ്ഞത് കേട്ടോ. അങ്ങോട്ട് ഇറങ്ങരുത്, നമുക്ക് ഇവിടെ ഇന്ന് കാഴ്ചകൾ കാണാനാണ് പറ്റുള്ളൂ എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത് കേട്ടോ. അല്ലേ? അങ്ങനെയാൽ നമ്മളിപ്പോൾ ഇതൊക്കെ ഇറങ്ങിയ പിച്ചൊക്കെ മോശമായാൽ കളിക്കാൻ പറ്റില്ല. അതുകൊണ്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാകും. എന്തായാലും ഇതൊക്കെ സ്റ്റേഡിയം എന്തൊരു ഭംഗിയല്ലേ. വയനാട്ടിൽ ഇങ്ങനെ സ്റ്റേഡിയം നല്ല രസമുണ്ട്. ഇത് ഫുള്ളും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ വീഡിയോ ചെയ്യുന്നത് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും
സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടായാലേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ എല്ലാവരും കാണുന്നവരെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.